മാറ്റപ്പെടുമാറാകട്ടെ. നിങ്ങളോടൊപ്പമായി സുഹൃത്തിൻ്റെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുന്ന സഹായത്തോടെ നിങ്ങളോട് സ്തോത്രം ചെയ്യാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമ്മുടെ പ്രാണനെ മണത്തു നിന്ന്, നമ്മുടെ കണ്ണിനെ കണ്ണിൽ നിന്ന്, നമ്മുടെ കാലിനെ വീഴ്ച നിർമ്മിച്ച് ജീവനും ഭക്തിക്കൂടും നമുക്ക് തന്ന് അത്ഭുതകരമായി അതിശയകരമായി നമ്മൾ നടത്തി. ഇന്ന് ഈ വിശുദ്ധ ദിവസത്തിന് രാവിലെ സമയത്ത് കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്ന് ഞാൻ വലിയ കൃപയോട് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ദൈവസന്നിധിയിലുള്ള സന്തോഷമാണ് നമ്മുടെ ബലം. അങ്ങനെയുള്ളവർക്ക് ജീവനിലേക്കുള്ള പെരുവഴികളെ കുറിച്ച് അറിയാൻ സാധിക്കും. സ്തോത്രം. നിങ്ങളെല്ലാവരും ഓർത്തെന്നും കണ്ടു ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എത്ര അത്ഭുതകരമായ ഐശ്വര്യമായാണ് നമ്മളെ ജീവിതം നടത്തുന്നത്. നമ്മൾ കടന്നു വരുന്നു, പാട്ട് പാടുന്നു, ആരാധിക്കുന്നു എന്ന് നമ്മൾ എല്ലാവരും കൂട്ടത്തിൽ കൈയടിക്കുന്നു. എന്നാൽ കടന്നു വന്നതിൽ ആർക്കെങ്കിലും യഹോവയുടെ മനോഹരത്വം കാണാൻ സാധിച്ചിട്ടുണ്ട്? അവൻ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തൊട്ടിട്ടുണ്ടോ? നമ്മുടെ ഉടുക്കണമെന്നും അവന്റെ ദൈവത്തിന് മുഖമൊന്നും കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? എങ്കിലേ നമ്മുടെ ആരാധന നമുക്ക് പ്രയോജനമുള്ളൂ. സ്തോത്രം ചെയ്യുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വായിച്ചായ ഒരു വാക്യം ഞാൻ ഓർക്കാം. അതുകൂടെ വായിക്കാൻ വിശ്വാസപ്രവചനം 22:12 മുതൽ 13 വരെ. അല്ല, യെശയ്യാ 22:12-13. അന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് കരച്ചിലിനും വിലാപത്തിനും മൊട്ടയടിക്കുന്നതിനും രട്ടുടുക്കുന്നതിനും വിളിച്ചപ്പോൾ ആനന്ദവും സന്തോഷവും കാളെ അറുക്കുക, ആടറക്കുക, ഇറച്ചി തിന്നുക, വീഞ്ഞു കുടിക്ക, നാം തിന്നുക കുടിക്ക, നാളെ മരിക്കുമല്ലോ എന്നിങ്ങനെ ആയിരുന്നു. ഞാൻ നമ്മുടെ വായിച്ചായിട്ട് അനുഭവപ്പെടുന്നുണ്ടോ? ഇസ്രായേൽ മക്കളെ മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം വിടുവിച്ചു. നിങ്ങൾക്കറിയാം, ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് അവർ എങ്ങനെയാണ് വാക്തപ്രദേശമായ കനാനിലേക്ക് കൊണ്ടുപോയത്. അത്ഭുതങ്ങളാല്, അടയാളങ്ങളാല്, വീര്യപ്രവർത്തികളാല്, നീട്ടിപ്പിടുത്താൽ അവരെ മരുഭൂ യാത്രയിൽ അവർ ദൈവത്തോട് എന്തെല്ലാം ചോദിച്ചോ അതെല്ലാം ദൈവം അവർക്ക് കൊടുത്തു. വാക്തപ്രദേശമായ കനാനിൽ അവർ എത്തിച്ചേർന്നു. എന്നാൽ അനേകരും ആ യാത്രയിൽ പട്ടുപോയി. അന്ന് ഇറങ്ങിയ തലമുറയിൽ 4 കഴിച്ച് വാക്കുകളുള്ളവരെല്ലാവരും ആ യാത്രയിൽ പട്ടുപോയി. സ്തോത്രം. അവർ അവിടെ ചെന്നു. അവർ വാക്തത ദേശമായ കനാലിൽ പ്രവേശിച്ചു. ആ ദേശത്തെ കുറിച്ച് പറയുന്നത് പാലും തേനും ഒഴുകുന്ന ദേശം, സന്തോഷത്തിന്റെ സമൃദ്ധിയുടെ ദേശം ദൈവമോടെ മധ്യത്തിലുണ്ടായിരുന്നു. കാലങ്ങൾ കഴിഞ്ഞു. അവരെ വിടുവിച്ച ദൈവത്തെ അവര് മറന്നു കളഞ്ഞു. ഇസ്രായേലിന്റെ രാജ്യം നാമാഭിഷേകമായി തീർന്നു. അങ്ങനെ രാജ്യം ഉള്ളതായിട്ട് തന്നെ ആ കാലഘട്ടത്തിൽ ഇല്ലാതെ. അപ്പോൾ ദൈവം യെശയ്യാവിനെ യഹൂദയുടെ അടുക്കലേക്ക് വിടുകയാണ്. ഇസ്രായേൽ രാജ്യം തീർന്നു. യഹൂദയോട് പറയുകയാണ്, കണ്ടോ, ഇസ്രായേൽ ദേശം നശിച്ചു പോയി. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ് മടങ്ങി വരേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ ഇസ്രായേൽ ഏതുവിധം ന്യായവിധി ഉണ്ടായോ ആ പ്രകാരം നിങ്ങൾക്കും ന്യായവിധി ഉണ്ടാകും. ഇസ്രായേലിന് ന്യായവിധി ഉണ്ടായത് അശൂർ രാജാക്കന്മാരാണ്. അശൂർ രാജാക്കന്മാരാണ് ഇസ്രായേലിനെ നശിപ്പിച്ചത്. എന്നാൽ യെശയ്യാവ് യഹൂദയോട് പറയുന്നു, നിങ്ങളെ നശിപ്പിക്കാൻ പോകുന്നത് ബാബിലോണാണ്. എന്നാൽ അന്നത്തെ കാലത്ത് ബാബിലോൺ ഒരു സാമ്രാജ്യമല്ലായിരുന്നു, ഒരു ശക്തിയില്ലാത്ത ഒരു രാജ്യമായിരുന്നു. അപ്പോൾ യഹൂദ പറയാണ്, ബാബിലോൺ ഞങ്ങളെ ആക്രമിക്കുമോ? അവിടുത്തെ രാജാക്കന്മാർക്ക് എവിടെ ശക്തിയുണ്ട്? അത് തന്നെയല്ല. അവർ യഹോവയോട് പറഞ്ഞത്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്, ഞങ്ങൾ നിന്റെ കൽപ്പന അനുസരിക്കുന്നവരാണ്, ഞങ്ങൾ നിന്റെ എല്ലാ പെരുന്നാളുകളും ആചരിക്കുന്നവരാണ്. സ്തോത്രം. മതപരമായ ഏതെല്ലാം
ഞങ്ങളെല്ലാം ആചരിക്കുന്നവരാണ്. സ്തോത്രം. അങ്ങനെയുള്ള ഞങ്ങളെ ബലമില്ലാത്ത ഈ ബാബിലോൺ വന്ന് ആക്രമിക്കുമോ? അപ്പോൾ യെശയ്യാപ്രവാചകൻ പറയാണ്, നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നവരാണ്. ഞാൻ സമ്മതിക്കുന്നു, നിങ്ങൾ സഭായോഗത്തിൽ കടന്നു വരുന്നുണ്ട്, നിങ്ങൾ മതപരമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, നിങ്ങൾ കൈയടിക്കുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾ എല്ലാത്തിനും പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ മുന്നിൽ ദൈവം നോക്കുമ്പോൾ ഇതെല്ലാം ബാഹ്യമായ ആചാരം മാത്രമാണ്. പക്ഷെ നിങ്ങളുടെ ഉള്ളിലെ ദൈവം അറിയുന്നില്ല, ദൈവത്തെ നിങ്ങളും അറിയുന്നില്ല. അതുകൊണ്ട് ഈ വലിയ ന്യായത്തിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ നിങ്ങൾ ദുർമാർഗ്ഗങ്ങളെ വിട്ട് തുടിഞ്ഞ് യഹോവയിലേക്ക് മടങ്ങി വേണ്ടത് ആവശ്യമാണ്. ഞാൻ ഒരു വലിയ പ്രസംഗത്തിന് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരന്മാരെ, എനിക്ക് തോന്നുന്നു ഇവിടെ ആഴ്ചയിൽ എല്ലാ ദിവസവും പ്രാർത്ഥനകളും എല്ലാ കാര്യങ്ങളും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇന്നിപ്പോൾ ദൈവം വന്നാൽ ആരും കേൾക്കപ്പെടും. ദൈവം നിങ്ങളെ അറിയുന്നുണ്ടോ? ഒരാഴ്ചത്തെ ആരാധന കൂടി കടന്നുപോയി ലോകപ്രകാരം ജീവിച്ച് സന്തോഷിച്ച് ഹല്ലേലൂയ പറയുകയാണ്, ഇതെല്ലാം സാധാരണമാണ്. ഇതൊക്കെ വെറുതെ പറയുന്ന ഇപ്പോഴത്തെ ബന്ധക്കോ തലമുറയിലുള്ള കുഞ്ഞുങ്ങൾ പറയുന്നു. അവിടെ 3-4 തലമുറ മുമ്പുള്ള പിതാക്കന്മാര് യഹോവയെ രുചിച്ചറിഞ്ഞവര്, പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിച്ചവര്, അത്ഭുതങ്ങളും അടയാളങ്ങളും അവരുടെ കൈകാര്യം ചെയ്യപ്പെട്ടവര്, അവർ തലമുറ ഇപ്പോൾ പറയുകയാണ് ഹല്ലേലൂയ, എവിടെ ദൈവം? ഇതെല്ലാം മിഥ്യയാണ്. അതുകൊണ്ട് നമുക്ക് ആനന്ദിക്കാം, നമുക്ക് ആടർക്കാം, നമുക്ക് ഇറച്ചി തിന്നാം, നമുക്ക് ലോകപ്രകാരം ജീവിക്കാം. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കേണ്ടവരല്ലയോ? കാലം അതിന്റെ അന്ത്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, സഹോദരന്മാരെ, വചനപ്രകാരം ജീവിച്ചാൽ മാത്രമേ, വചനപ്രകാരം നിങ്ങൾ ആരാധിച്ചാൽ മാത്രമേ സ്വർഗ്ഗരാജ്യത്തെത്തുള്ളൂ. പേരിന് മാത്രം സഭകളിൽ കടന്നു വന്ന് ആരാധിച്ചിട്ട് പോയാൽ ഹല്ലേലൂയ കുഴിച്ചിടാൻ ഒരു സ്ഥലം കിട്ടിയിരിക്കും. പക്ഷെ കർത്താവിന്റെ കാലഘട്ടത്തിൽ മുഴുവൻ ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. നമ്മളിവിടെ കേൾക്കുന്ന എല്ലാ വചനങ്ങൾക്കും നിങ്ങൾ മറുപടി പറയേണ്ട ഒരു ദിവസമുണ്ട്. ന്യായാസനത്തിന് മുമ്പിൽ നിങ്ങൾ നിൽക്കുമ്പോൾ വചനം നിങ്ങളെ ന്യായം വിധിക്കുന്ന പറയുന്നത് കേട്ടോ. ഈ കേൾക്കുന്ന വചനം അനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ വേർതിരിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഗുരുകളെ നമ്മൾ കണ്ടുപിടിച്ച് അതിനെ വിട്ടുതിരിയുന്നില്ലെങ്കിൽ ഈ വചനം നിങ്ങളെ ന്യായം വിധിക്കും. അതുകൊണ്ട് ഏറെ കേൾക്കുന്ന ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ സ്ഥലപ്പെടുത്താം. ഞാൻ പലപ്പോഴും ചിലർക്ക് എന്താണെന്നറിയാമോ, ഒരു കൊച്ചു കുടിയായിരുന്നു സ്വർഗ്ഗത്തിലേക്കുള്ള പ്രവേശനത്തിന് തടസ്സം. എനിക്ക് നമ്മുടെ വീട്ടിൽ കളയാൻ ഒക്കത്തില്ലെന്ന്, എനിക്കൊരു വീടി വലിച്ചു ഒക്കത്തുള്ളൂ. ചിലർക്ക് മദ്യമായിരിക്കും, മദ്യപാനി സ്വർഗ്ഗരാജ്യം കാണുകയില്ല. സ്തോത്രം. അവനെ സ്വർഗ്ഗത്തിൽ തടസ്സപ്പെടുന്ന മദ്യമായിരിക്കും. ഇവിടെ നമ്മുടെ ജീവിതം ഏറെയായി 80 സംവത്സരമാണ്. ആ ദുഃഖവും പ്രയാസവും കഷ്ടത്തിൽ നിറഞ്ഞാണ്. പക്ഷെ ആ സ്വർഗ്ഗത്തിലെ ജീവിതം നമ്മളൊന്ന് ചിന്തിക്കണം, നമ്മളൊന്ന് കാണണം. ഹല്ലേലൂയ. അവിടെ സന്തോഷമേ ഉള്ളൂ, അവിടെ ആരാധനയേ ഉള്ളൂ, അവിടെ ദുഃഖമില്ല, പ്രയാസമില്ല, കഷ്ടതയില്ല, രോഗമില്ല, ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ സ്വല്പം കഷ്ടം അനുഭവിക്കേണ്ടത് ആവശ്യമാണ്. കഷ്ടം അനുഭവിക്കുന്നവർക്ക് ദൈവത്തെ കാണാൻ സാധിക്കത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ കഷ്ടമില്ലെങ്കിൽ നമ്മൾ ദൈവത്തെ മറന്നുപോകും. അതുകൊണ്ടാണ് ദൈവം എല്ലാവർക്കും എല്ലാം കൊടുക്കാത്തത്. എന്തെങ്കിലും ഒരു കഷ്ടം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസം ദൈവങ്ങൾക്ക് ദൈവം കൊടുക്കും. എന്നാലേ മുട്ടുമേല 5 മിനിറ്റ് ഇരിക്കുന്ന ആള് ഒരു 15 മിനിറ്റ് ഇരിക്കത്തുള്ളൂ. ദൈവമായിട്ട് കൂടുതൽ. അതുകൊണ്ട് കഷ്ടമല്ല കേട്ടോ. കഷ്ടം നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ സ്തോത്രം കൂടുതൽ പറയുകയാണ് വേണ്ടത്. നമ്മള് അതുകൊണ്ട് ഈ ഇസ്രായേൽ മക്കളെ കൊണ്ട് അല്ലെങ്കിൽ അന്നുള്ളതായ യഹൂദ മക്കളെ കൊണ്ട് നശിക്കുവാതിരിക്കണമെങ്കിൽ നമ്മൾ തിരിച്ചു വരേണ്ടത് വളരെ ആവശ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അന്ന് അപ്പോൾ ഇപ്പോഴത്തെ ഈ സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്ത സമയമാണ്. അവര് യഹൂദയോട് പറഞ്ഞു, യഹൂദയ്ക്ക് അതുപോലെ സംഭവിച്ചു. വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ യഹൂദയ്ക്ക് അതുപോലെ സംഭവിച്ചു. ഞാൻ പറഞ്ഞല്ലോ, പുസ്തകാരുടെ 4-5 തലമുറയായി നമ്മൾ കർത്താവ് ഇന്നുവരും നാളെ വരും ഇന്നുവരും പറഞ്ഞിരിക്കുകയാണ്. എന്താ കർത്താവിന്റെ ഒരു വേദിയേറ്റ് വളർത്തിരിക്കുകയാണ്. ലോക സംഭവങ്ങൾ അതാ പറയാൻ വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. ഇസ്രായേൽ
കേട്ടിട്ടുണ്ടല്ലോ, ന്യൂസിൽ കൂടെ ഒക്കെ വലിയ ദേവദാസന്മാർ പ്രസംഗിക്കുന്നത് അവര് വേദോത്സവത്തിന്റെ എല്ലാ പ്രവചനങ്ങളും പൂർത്തിയാകുന്നതാണ് പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ ഓരോന്നിൽ ഈ പുന്നവേലിൽ നിന്ന് ഈ സഭയിൽ കൂടി എല്ലാവരും ഹല്ലേലൂയ ആ കാഹളശബ്ദം കേട്ടുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം നമ്മൾ എടുക്കപ്പെടേണ്ടത് വളരെ ആവശ്യമാണ്. സ്തോത്രം ഹല്ലേലൂയ. നമ്മൾ ആരാധനയ്ക്ക് വരുന്നതിൽ നമ്മളെപ്പോഴും മടി കാണിക്കുന്നവരാണ്. നിങ്ങൾ പാസ്വേഡ് പറഞ്ഞല്ലോ, ഒരു സ്വല്പം കയറ്റുവേദനയുണ്ട്, കാറ്റുവേദനയുണ്ട്, എന്തെങ്കിലും ഒരു സ്വല്പം ഇത് വന്നു കഴിഞ്ഞാൽ ഇനി ഞാൻ ആരാധനയ്ക്ക് പോകുന്നില്ലെന്ന്, എനിക്ക് വയ്യ, എനിക്ക് ചെവിക്ക് വേദന, കൈകരപ്പ. ഞങ്ങളുടെ സഭയിൽ ഞാനിപ്പോൾ ദുബൈയില് ഞങ്ങൾക്ക് 300 പേർക്ക് ഇരിക്കാവുന്ന റോഡാണ്. 350 പേർക്ക് ഇപ്പം ഇരിക്കാൻ സ്ഥലമില്ല. സ്തോത്രം. അവിടുത്തെ ഒരു ആരാധന എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് തീപ്പൊരു പോകണം. അങ്ങോട്ട് ആരാധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അപാരദുഃഖം ജനങ്ങൾ ഹല്ലേലൂയ. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൊടുത്തിട്ട് പോകുന്നത് ഞാൻ പറയില്ല കേട്ടോ, ഞാൻ പറഞ്ഞുകൊണ്ടുള്ളവരും പോത്തും അല്ലാത്തവരായിരുന്നു ഞാൻ പറയില്ല. അതുകൊണ്ട് നമ്മൾ ആരാധനയ്ക്ക് വന്നിരിക്കുമ്പോൾ നമ്മൾ ഏകാഗ്രതയോടും കൂടി നമ്മൾ ആരാധിക്കുന്നത് വളരെ ആവശ്യമാണ്. എപ്പോൾ കാലം സങ്കല്പം 4 വായിച്ച് നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാരാണ് കേട്ടോ. നമ്മളെല്ലാം ഭാഗ്യവാന്മാരായതുകൊണ്ട് ഇനി ആലയത്തിൽ വരാൻ സാധിക്കില്ല. നമുക്ക് ഭാഗ്യമില്ലാതെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പട്ടുവേദന വരുന്നത് പട്ടുവാകുന്നത് നമ്മൾ ഭാഗ്യമുള്ളവരാണ്. അത് തന്നെയല്ല, ആലയത്തിൽ വരുന്നവർ എന്ത് ചെയ്യണം? നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. എത്ര പേര് പാസ്വേഡ് സ്തുതിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്? നമ്മൾ ആലയത്തിൽ എങ്ങനെ വരണ്ടേ? അവന്റെ വാതിലെ സ്തോത്രത്തോടും അവന്റെ പ്രധാനങ്ങളിൽ ആലയത്തിന്റെ വാതിൽ വരുമ്പോഴേ നമ്മൾ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണം. ഒരു പാസ്റ്റർ നിർബന്ധത്തിലല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കർത്താവ് നമ്മളുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മുടെ നാവിൽ നിന്ന് സ്തോത്രം വരും. നമുക്ക് നമ്മുടെ മനസ്സിൽ നമുക്ക് സ്തുതിക്കാൻ സാധിക്കും കർത്താവിനെ. ആലയത്തിൽ സ്തോത്രം അവൻ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സ്വർഗീയ ബലം നമ്മളിലേക്ക് വരുന്നത്. ആ സ്വർഗീയ ബലം നമ്മൾ വരുമ്പോഴാണ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സീയോൺ എന്ന് കാണാൻ സാധിക്കുന്നത്. ആ സീയോൺ കണ്ടു കഴിയുമ്പോഴാണ് അത് എങ്ങനെ പോകണമെന്നുള്ളതായ വഴികൾ നമ്മുടെ ജീവിതത്തിൽ നിശ്ചയമാകുന്നത്. ആ വഴികൾ നിശ്ചയമായാലേ നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ നമുക്ക് കണ്ടുപിടിക്കുവാനൊക്കത്തുള്ളൂ. നമ്മൾ വളഞ്ഞും വളഞ്ഞൊക്കെ പോകുന്നതെന്ന് നിർത്തിയിട്ട് നേരെ പോകണമെന്നുണ്ടെങ്കിൽ ആ സീയോനിലേക്കുള്ള വഴികൾ നമുക്ക് നിശ്ചയപ്പെടണം. അതിനുവേണ്ടി ദൈവസന്നിധിയിൽ വരുന്നവര് നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. നിത്യം സ്തുതിച്ചുകൊണ്ട് ഇരുന്നാൽ മാത്രം പോരാ, നമ്മുടെ ഹൃദയത്തിന്റെ വിശ്വാസത്താണ് തുറന്ന് കർത്താവിന്റെ മനോഹരത്തെ ഒന്ന് കാണണം. ക്ലിയറായിട്ട് പ്രസംഗിച്ചല്ലോ. എത്ര പേര് അത് ആത്മാർത്ഥമായി കേട്ടു അല്ലെങ്കിൽ അത് നിരൂപിച്ചു എന്ന് എനിക്കറിയില്ല. നമ്മൾ ദേവാലയത്തിൽ വന്നാൽ ദൈവത്തിന്റെ മനോഹരത്വം കാണണം. അനേകം ദേവാലയത്തിൽ വരുന്നത് ഓർമ്മയാണ്. അവർക്ക് ദൈവത്തിന്റെ മനോഹരത്വം കാണാൻ സാധിക്കത്തില്ല. കുറ്റം പറയാൻ ആരും എന്റെ ഭാര്യയിൽ നോക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അത് ശരീരത്തിന്റെ ക്ഷീണമൊന്നും മനുഷ്യർക്ക്. ഓക്കെ. അതുകൊണ്ട് നമ്മൾ ദേവാലയത്തിൽ ഓരോ ആരാധനയ്ക്ക് കടന്നു വരുമ്പോഴും നമ്മൾ ബലം പ്രാപിക്കുന്നത് വളരെ ആവശ്യമാണ്. ഹല്ലേലൂയ. ഈ ആലയത്തിൽ വരിക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യാവസ്ഥയാണ് കേട്ടോ. ഞാൻ പറഞ്ഞു ഒരു ഭാഗ്യാവസ്ഥയില് എത്രയോ പേർക്ക് ആലയത്തിൽ പോകണമെന്ന് വിചാരിച്ചിട്ടും രോഗികളായി കിടക്കുന്നു, സാധിക്കാതെ പോകുന്നു, എന്തെല്ലാം തടസ്സങ്ങളാൽ അവർ പോവാതിരിക്കുന്നു. നമുക്ക് നമ്മൾ വളരെ നല്ലതായ ഒരു ഭാഗ്യാവസ്ഥയാണ്, നല്ലൊരു അനുഭവമാണ് ആലയത്തിൽ ഇത്രയും പേര്. അതുകൊണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇവിടെ 10, 300, 200, 50 പേര് വന്നു. വേറെ 3 പേര് മതി ദൈവസന്നിധിയിൽ. സ്തോത്രം. ഇന്ന് കർത്താവിനോട് മധ്യത്തിലുണ്ട്. അവന്റെ കണ്ണ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ചെവി നമ്മളിലേക്ക് ചായച്ചിരിക്കുകയാണ്.
കാണുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. സംഗീതം 5:7 വായിക്കേ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വന്ന് കൈകൊണ്ടിട്ട് കാര്യമില്ല, പുറകെ പാട്ട് പാടിയിട്ട് കാര്യമില്ല. സ്തോത്രം. ഭക്തിയോടെയാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. എങ്ങനെയുണ്ട് ദൈവം നമ്മളുമായിട്ട് ദൈവത്തോടെ നമ്മൾ ഭക്തി എങ്ങനെയുണ്ട്? ആത്മാർത്ഥമായിട്ട് നമ്മൾക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? ഈ അടുത്ത കാലത്ത് ഒരു ന്യൂസ് കണ്ടു. ഒരു ക്രിസ്ത്യൻ കുടുംബമാണ്. ഒരു അമ്മ ആ മോക്ക് എന്തോ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനത്തെ വേദോസം കത്തിക്കുകയായിരുന്നു. ഞാൻ ന്യൂസ് കണ്ടതാണ്. എന്ത് ഭക്തിയാണ്! ഹല്ലേലൂയ. ദൈവം മാത്രമുള്ള ഹൃദയത്തിലുണ്ട്. ഇന്നലെ സമീപ മരിച്ചു. നമ്മൾ ജനിച്ചാൽ മരിച്ചോ നോക്കത്തുള്ളൂ. അതിന് ഓരോരോ കാരണമുണ്ട്. നമ്മുടെ കർത്താവ് അന്നുള്ള ഏറ്റവും നീചമായ മരണമാണ് നമുക്ക് വേണ്ടി അനുഭവിച്ചത്. ഹല്ലേലൂയ. അവൻ ചങ്കിലെ അവസാനത്തോടെ രക്തം വരെ നമുക്ക് വേണ്ടി ഊതി തന്നു. അതുകൊണ്ട് മരണത്തെ ഭയപ്പെടുവാനല്ല, മരണം എങ്ങനെയുമായിക്കോട്ടെ എവിടെ ചെന്ന് ചേരുന്നതാണ് നമ്മുടെ വിഷയം. ആ അപകടങ്ങളിൽ മരിച്ചോട്ടെ, രോഗത്തിൽ മരിച്ചോട്ടെ, നമ്മൾ നഷ്ടമായിട്ടുള്ള ബന്ധം എങ്ങനെ ഇരിക്കുന്നു, ആ രോഗക്കിടക്കയിൽ ആ അപകട സമയത്ത് കർത്താവ് ആ വിശുദ്ധനുമായിട്ട് അല്ലെങ്കിൽ വിശുദ്ധമായിട്ട് ഇടപെട്ടോളൂ. മരണത്തെ ഭയക്കേണ്ട യാതൊരു ആവശ്യമില്ല. ജനിക്കാൻ മരിച്ചു പോകത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ പ്രവർത്തനമാണ് ഭക്തിയോടുകൂടി നമ്മൾ ആരാധിക്കാൻ വേണ്ടി. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് പറഞ്ഞു, നമ്മുടെ മധ്യത്തിൽ ഞാനുണ്ട്. കർത്താവാണ്, ഞാൻ പറഞ്ഞല്ലോ, അവനോടുള്ള ആരാധന, അവനെ ആരാധിക്കുന്ന എങ്ങനെയാണെന്ന് കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നമുക്ക് ഭക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. ഒരു വാക്കിൽ കൂടെ വായിച്ചിട്ട് ഞാൻ പ്രസംഗം കൂടെ അവസാനിപ്പിക്കാൻ സ്തോത്രം. സംഘത്തിന് 84 വായിച്ചേ. നമ്മൾ ഈ ലോകത്തിൽ ചെലവിടുന്ന മറ്റായിരം മണിക്കൂറിനേക്കാൾ ഒരു മണിക്കൂർ ദൈവസന്നിധിയിൽ നമ്മൾ ചെലവിടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം. സ്തോത്രം. ഇഷ്ടമാണ് കൂടാരങ്ങളിൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും പാർക്കാം. ലോകം ദുഷ്ടത നിറഞ്ഞതാണ്. ആ ദുഷ്ടതയുമായിട്ട് നമ്മൾ വേർപെട്ടിരിക്കുകയാണ് വേണ്ടത്. ഹല്ലേലൂയ, സ്തോത്രം. അതിലൊക്കെ എന്ത് ഭാഗ്യമാണ് ദൈവത്തിന്റെ ആലയത്തിലെ കാവൽക്കാരനായി നിൽക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് കർത്താവ് ഏറ്റവും വളർത്തിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. ഇന്ന് കർത്താവ് വന്നാലും നമ്മൾ ജീവനും ചെന്നെത്തുമ്പോൾ നമ്മളൊന്നുകൂടെ ചിന്തിക്കണം. എന്തെങ്കിലും ജീവിതത്തിൽ ക്രമപ്പെടുത്തുവാനുണ്ടെങ്കിൽ നമ്മൾ അതിനെല്ലാം ക്രമപ്പെടുത്തി കർത്താവിന് വലിയതിനു വേണ്ടി നമുക്ക് ഒരുങ്ങിയിരിക്കാം. സ്തോത്രം. കർത്താവ് സ്തോത്രം. ഞാൻ അടുത്ത ആഴ്ച ആരാധനയോടുകൊണ്ട് സ്തോത്രം. അതുപോലെ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പോക്കുവരവിലൊക്കെ കർത്താവ് കാവലായിരിക്കട്ടെ. അപകടം നിറഞ്ഞ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ യാത്ര പോകുമ്പോൾ നമ്മൾ രാവിലെ ഭവനത്തിൽ നിന്ന് വെളിയിൽ ഇറങ്ങുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് കർത്താവേ എല്ലാ അപകടത്തിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണം, രോഗത്തിൽ ഞങ്ങളെ വിടുവിക്കണം പ്രാർത്ഥിച്ച് നമ്മൾ യാത്ര തിരിക്കണം. ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കുവാനാണ്.